നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് 4 സെന്റിൽ 1550 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലത്തെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിൽ അടിപൊളിയായിട്ടുള്ള ഒരു ടെറസ് ഗാർഡൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. അതിനകത്തൊരു വാട്ടർ ഫൗണ്ടൈനോ അങ്ങനെയൊക്കെ വെച്ച് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ടെറസ് ഗാർഡൻ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലേക്കുള്ള ആ ഒരു ബ്യൂട്ടി ഫുള്ളായിട്ട് ആസ്വദിക്കാനും സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പൊറ്റയിലിന് സമീപമാണ്. പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് വിളവൂർക്കൽ റോഡിലേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ കൊച്ചുപൊറ്റയിൽ ശ്രീ തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ സാധിക്കും. അതിനകത്ത് കയറി 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. ഇതിൽ താഴെയുള്ള ആ ഒരു വീടൊക്കെ നമ്മൾ നേരത്തെ പരസ്യം ചെയ്ത് തരുന്നതാണ് കേട്ടോ. അകത്തേക്കുള്ള റോഡിൻ്റെ വീതി നോക്കിയാൽ ഏകദേശം 5 മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. എല്ലാ വീടുകളിലും ആൾക്കാർ താമസമുണ്ട്. നല്ല രീതിയിൽ നൈബേഴ്സൊക്കെ ഉള്ള ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമ്മുടെ ഈ മുൻവശത്ത് ഇവിടെ ആയിട്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കാം. വെള്ളത്തിൻ്റെ സൗകര്യത്തിനാണ് കിണറുണ്ട്. വാട്ടർ കണക്ഷനും നമ്മുടെ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആക്കി റെഡിയാക്കി തരുന്നുണ്ടാവും. ആ സൈഡിൽ ചെറുതായിട്ട് ഒരു സ്പേസിൽ ഗാർഡനിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പോയിട്ട് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മേളത്തെ ടെറസ് ഗാർഡൻ ആണ്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം ചെയ്തിട്ടുള്ള പ്ലാവിൻതടിയിലാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ ഏരിയ ആയിട്ട് വരും. ഇവിടെ ആയിട്ട് നമ്മുടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇങ്ങനെയുള്ള പാർട്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പം ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി ഹോബെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നോക്കിയാൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതുപോലൊരു ടവർ യൂണിറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്കും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് റൂഫ് ചെയ്ത് 2 വശത്തേക്കും വാതിലിട്ടിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം വരുന്നുണ്ട്. 2 റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. 3 വളിയിലെ കബോർഡ്, ഡ്രസ്സിംഗ് ടേബിള്, ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വരുമ്പോൾ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ കണ്ട അതേ കണക്ക് തന്നെ ഈ ഭാഗത്തായിട്ട് അടുത്ത റൂം കാണാം. ഇതിലായാലും കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ഇങ്ങനെ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ്. സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ളൊരു ഭംഗിയാവും. ഇവിടെ ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത് രസമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള അലങ്കാര ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു കോമൺ സ്പേസ് വരും. അവിടെ ആയിട്ട് ഇതുപോലൊരു ഊഞ്ഞാലൊക്കെ അറേഞ്ച് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് വരില്ലേ, എന്താണ് ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് വരില്ലേ, അതുപോലെയാണ് ഈ വീടിനകത്തുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ടേബിള്. ഇത് നമ്മുടെ മേളത്തെ നിലയിലെ റൂമാണ്. ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ്. നേരത്തെ കണ്ടതുപോലെ സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻവശത്തേക്ക് നമുക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങോട്ട് നോക്കി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂന്നാറൊക്കെ പോയിട്ട് രാവിലെ എണീറ്റേക്കുമ്പോഴത്തേക്കും ചെറിയൊരു മഞ്ഞും ആ ഒരു സെറ്റപ്പിൽ കാണില്ല, അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കിനി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഏരിയ കാണിച്ചു തരാം. പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി. നമുക്ക് രാവിലെ ഒന്ന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചെയ്യാം. യോഗ ചെയ്യണമെങ്കിൽ ചെയ്യാം. നോക്കിയതാ ഇവിടെ കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. സെറ്റ് ലൊക്കേഷൻ. ഇപ്പോൾ ആ ഫൗണ്ടൈൻ്റെ മോട്ടർ ഒന്ന് കേടായി. അത് അവർ റീപ്ലേസ് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ഫൗണ്ടൈനിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കും. ഇതിനകത്ത് ഒത്തിരി ക്ലൈംബിംഗ് പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ പ്ലാന്റ് എല്ലാം വളർന്നു വരുമ്പോഴത്തേക്കും ഇതിലൂടെ പടർത്തി വിട്ട് ഇതിന് മേളിലേക്ക് ഇങ്ങനെ പടർത്തി വിടുന്നുണ്ട്. അപ്പോൾ ഈ ചെടികളെല്ലാം ഇങ്ങനെ കവറായി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ ടെറസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അറ്റത്തായിട്ട് ബാമ്പു ഒക്കെ വെച്ചിട്ടുണ്ട്. വമ്പൻ സെറ്റപ്പിലാണ് ഈ ഒരു ഓപ്പൺ ടെറസ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ഇതാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ടേക്കൊരു വിസിബിലിറ്റിയും കിട്ടും. ഇനി ആ ഭാഗത്ത് വേറെ ഒന്നും ഇതിന് മറവായിട്ട് വരത്തുമില്ല. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 67 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കുക.